നമ്മുടെ MLA വന്ന സ്ഥിതിക്ക് ഈ MLA നമുക്ക് അല്ലേ ചോദിക്കണം. ഇത് മണ്ഡലം ഏതാ? മഞ്ചേരി മണ്ഡലത്തിലെ ബഹുമാനായ UA ലത്തീഫ് MLA. മാത്രമല്ല നമ്മൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് വേറൊരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചു. എന്താ വെച്ചാലേ അദ്ദേഹം ഇവിടെ വാക്കേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആജീവനാഥ പ്രസിഡന്റ് വേറെ ആർക്കും കൈ കടത്താൻ പറ്റൂല. ഇപ്പോൾ 54 വയസ്സ്, 10 വയസ്സ് 10 കൊല്ലം കഴിയാ. എന്റെ അത്രയും വരത്തില്ല, എനിക്ക് 40 വയസ്സല്ലേ ഉള്ളൂ. 65 കേട്ടോ. അപ്പം MLA ഞങ്ങളുടെ ഒരു ദൗത്യം അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. ഇന്നലെ നമ്മൾ പാണക്കാടും മദിൻ അക്കാഡമിയിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം MLA എനിക്കറിയാം നിങ്ങൾ ഭയങ്കര അവെയറാണ് ഇതിനെക്കുറിച്ച്, എല്ലാവരും അവെയറാണ്, പൊതുപ്രവർത്തകർക്കെല്ലാം നന്നായിട്ട് അറിയാം. എന്നാലും ഇതൊരു നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ അപകടമാണ്. അസംബ്ലിയിലൊക്കെ നന്നാക്കി പറഞ്ഞു നടന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ 10% ഉദ്ദേശിച്ച് 100% ആ രീതിയിലാണ്. കാരണം ഇത് ഈ മയക്കുമരുന്ന് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളെ കുറവാണ്. നമുക്ക് വേണമെങ്കിൽ കിട്ടും, നമ്മൾ വേഷം മാറി ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങേക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാൽ ഈ മോർണിംഗ് ഷോ വഴി ആൾക്കാർ കേൾക്കും. ഈ വരുന്ന തലമുറ നമ്മളെപ്പോലെ ഇവിടെ ജീവിക്കണം, അതിന് വേണ്ട ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലഹരി മുക്തമാക്കണം നമ്മുടെ നാട് എന്നുള്ളത്. അതിനുവേണ്ടി താങ്കളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രയാണം കേരള ജനത വളരെ സന്തോഷത്തോടെ ഇതുവരെ സ്വീകരിച്ചു, ഇനിയും സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം. പക്ഷെ അതോടൊപ്പം എനിക്ക് നിർദ്ദേശമുള്ളത്, നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മദ്യം ഒഴിവാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് മദ്യം ലഹരി എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവൂ. നമ്മളതിനകത്ത് MLA എടുത്തിരിക്കുന്ന പരിപാടി എന്ന് പറയോ, അതായത് ഈ കടുപ്പം പിടിച്ച സാധനത്തിന് ആദ്യം പിടിക്കുക, അത് കഴിഞ്ഞ് കടുപ്പം കുറഞ്ഞ സാധനത്തിൽ നമ്മൾ മദ്യത്തെ വിട്ടിട്ടൊന്നുമില്ല. പക്ഷെ അതിനിടയിൽ മദ്യം മെല്ലെ മദ്യം ഒരു മാനിന്റെ വിഷയോട് തണിയുന്നുണ്ടോ? ഡൗട്ടല്ല. മദ്യം കൊലപാതകം വരുമ്പോ കൊച്ചു പിച്ചാത്തിക്കാരൻ രക്ഷപ്പെടുന്ന പോലെ അല്ലേ? വക്കീലാണ്, കോടതി 50 കൊല്ലം കോടതി പ്രാക്ടീസ് ആയല്ലേ? ഓ, അപ്പൊ നമ്മള് 40 വർഷം ഒന്നും അല്ല, കോടതിയിലായിരുന്നു അല്ലേ? അങ്ങനെ അഭിഭാഷകനായിട്ട് ഇരിക്കുമ്പോഴാണ് പൊതുരംഗത്തേക്ക് വരുന്നത്, അങ്ങനെയാണോ? അല്ല, ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ട് 2 ടേം മഞ്ചേരി. അപ്പൊ കോടതി പോയിട്ടില്ലെന്ന്? കോടതി പോകും. അല്ല, പോകും. ഈ MLA ആയപ്പോ മാത്രം ഒന്ന് കുറഞ്ഞു, ബാക്കിയുള്ള എല്ലാ കൊല്ലം എല്ലാ ദിവസവും ക്രിമിനൽ സൈഡാണ്. അപ്പൊ NDPS കേസ് ഒരുപാട് നടത്തിയ ആളാണ്. ഒരുപാട് നടത്തി. അതും മറ്റേ പ്രദീപ് വേണ്ടി ഹാജരായി. പ്രോസിക്യൂഷൻ വേണ്ടി ഹാജരായി. വൈഫ് പ്രോസിക്യൂട്ടറായിരുന്നു കോടതിയിൽ തന്നെ. അപ്പൊ അവര് പിന്നെ സർക്കാരിന് പോലീസിന് വേണ്ടി ഹാജരാകും. ആ കോടതിയിൽ ഹാജരാവില്ല, എന്നാലും പ്രൊഫഷണൽ അതെ. അപ്പൊ MLA പറയുന്നത്, ഒരു അഭിഭാഷകൻ, ഇരുത്തം വന്നൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇത് ഈ അപകടത്തിൽ നിന്ന് കേരളത്തിൽ കടക്കാൻ എന്തോ വഴി അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ? ഇതിനകത്ത് 2-3 മാർഗം. ഒന്ന്, ഈ സെക്കൻഡറി ക്ലാസ് ആകുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെടുത്തണം. 1. 2, ഈ നിയമത്തിലുള്ള ചെറിയ ലൂപ്പ് ഹോള് അതില്ലാതാക്കണം. 3, എൻഫോഴ്സ്മെന്റ് ശക്തമാക്കണം. 4, ബോധവൽക്കരണം തുടരണം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ആൾക്കാരെ കുറിച്ച് അവെയർ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തതാണ്. നമ്മുടെ മെക്സവൻ കൂട്ടായ്മ. എനിക്ക് മനസ്സിലായി, നിങ്ങൾ അടിച്ചു നേരെയാക്കുന്ന പരിപാടിക്കാരാണ്. ഇവരുടെ ഒരു സ്വീകരണ രീതി തന്നെ ഈ പറഞ്ഞ 5 ക്ലാപ്പ് നമ്മുടെ സഹോദരിമാരെ കണ്ടപ്പോഴും അടിച്ചു നേരെയാക്കി. അത് എന്തായാലും അല്ലെ, അങ്ങ് ഉദ്ഘാടനം ചെയ്തതല്ലേ? എനിക്ക് മനസ്സിലായി, അങ്ങ് ഉദ്ഘാടനം ചെയ്താൽ നിലനിൽക്കുന്നുള്ളൂ. നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട്. MLA ഇത് രാവിലെ ഇതിന്റെ ഭാഗമാകാറുണ്ടോ അതോ നടപ്പാണ്? വേറെ സ്ഥിരം ഇവിടെ നടക്കും അല്ലെ? കൊല്ലങ്ങളായിട്ട്. എത്ര മിനിറ്റ് നടക്കും? രാവിലെ എത്ര മിനിറ്റ് നടക്കും? ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്ത് നടക്കും. MLAക്ക് നടപ്പും പൊതുപ്രവർത്തനവുമാണ് ലഹരി അല്ലേ? കോടതിയിൽ ലഹരിയാ. അതിലുപരി മഞ്ചേരിയുടെ ഏത് വിഷയത്തിലും എന്ത് കാര്യമാണെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു MLA ആണ് ഞങ്ങളത്. ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ് MLA, ഞങ്ങളെ ഒരു ധൈര്യമാണ് MLA മഞ്ചേരിയുടെ. ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്ത തവണ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ നമുക്ക് അതാ പേടി. തൊടുത്തു വിട്ടാളാ.
ഗിന്നസ് ബുക്കിൽ കയറി ആ ഗിന്നസ് എന്താ പരിപാടി? ഏറ്റവും സ്പീഡായിട്ട് പഴം ബാക്ക് കയ്യിൽ കെട്ടില് വായ കൊണ്ട് പീൽ ചെയ്ത് 8.5 സെക്കൻഡ് കൊണ്ട് കഴിച്ചതിന് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം എത്രണ്ണം പോയി അകത്തോട്ട്? ഒറ്റൊന്ന് 8.5 സെക്കൻഡ് കൊണ്ടാണ് കഴിക്കുന്നത്. 8 സെക്കൻഡ് കൊണ്ട് പഴം കഴിക്കാൻ പറ്റത്തില്ല. നേന്ത്രപ്പഴം അല്ല അല്ല വായ കൊണ്ട് പൊലിക്കണം. വായ കൊണ്ട് ഒരു പഴം വാങ്ങിച്ചുകൊണ്ട് 8 സെക്കൻഡ് എപ്പോഴും പൂർത്തിയാക്കാൻ അത് പറ്റും. ശ്രമിച്ചു നോക്കാം. അല്ല SKN 2018 6 മണിക്കൂറിൽ 670 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഗിന്നസിൽ വന്ന ആളാണ്. ഞാൻ മാത്രമല്ല. ഒരു ക്ലൈം കൊടുക്ക്, ഒരു 5 കൊടുക്ക. 5 5 5 ഇനിയിപ്പോ മഞ്ചേരിയിൽ നിന്ന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നു. മീറ്റ് ഐഷ ജോൺ. അല്ലേ? നീ വരും ഗിന്നസ് കേട്ടോ. ആരാ കൂടെ വന്ന ഫാദർ മദർ എവിടെ? ഇതാണോ ഫാദർ? ഫാദറും ഗിന്നസ് പുസ്തകത്തിൽ കയറിക്കോ മകളുടെ അച്ഛൻ എന്നുള്ള നിലയിൽ. ഓക്കെ, അമ്മയോ? ഉമ്മ എവിടെ? അമ്മ 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 സ്ഥലം വിട്ടോ? അവിടെ ഓക്കെ ഓക്കെ. പോട്ടെ പോട്ടെ, അമ്മയെ പിടിച്ചോണ്ട് മതി പിന്നെ കേട്ടോ. ഓക്കെ മോളെ, വാ നമുക്ക് ഒന്നിച്ചൊന്ന്. എന്താണ് പഴയ നടത്തും ആ ചലനുണ്ടല്ലോ, ആ ഓടി ഇങ്ങനെയല്ല നടത്തം, അത് നിർത്തരുത്. കുറെ കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാരും ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം, നമുക്കൊന്ന് ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഒരാള് പറഞ്ഞു എന്റെ പഴയ നടത്തം തീർക്കരുത്. അത് അതൊന്നും തീരത്തില്ല. ഓക്കെ, ഒരു വാർത്ത അതിനിടയ്ക്കൊന്ന് കയറിയാലോ നമുക്ക്? തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഒന്ന് കൈയടിച്ച ഒരു വാർത്ത കയറാം.